യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണി നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന കുറച്ചു സമയം ഒരു വചനം കേൾക്കുന്നു, പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വയ്ക്കുന്നു, ഒരു നിമിഷം ആരാധിക്കുന്നു, നൊവേന ചൊല്ലുന്നു, നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന അനുഗ്രഹങ്ങളുടെ 9 ദിവസങ്ങളിലെ 8ാമത്തെ ദിവസമാണിന്ന്. മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരെയും ഞങ്ങൾ ഓർക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ സാക്ഷ്യം തന്നെ ജീവിതത്തിൽ പറയാൻ ഇടയാകത്തക്ക വിധം ദൈവമേ ശുശ്രൂഷയെ മനോഹരമാക്കുന്നതിന്, സൗന്ദര്യമുള്ള ഒന്നാക്കുന്നതിന്, അതിനെ ഒരുക്കുന്നതിന് ഞങ്ങൾ ഈ ശുശ്രൂഷയുടെ മുഴുവൻ നിയന്ത്രണവും അങ്ങേക്ക് നൽകുന്നു. ഈ ശുശ്രൂഷയെ അങ്ങാണ് നയിക്കുന്നത്, അങ്ങാണ് നിയന്ത്രിക്കുന്നത്. ഞങ്ങൾ ദൈവസന്നിധിയിൽ നിൽക്കുന്ന എളിയ ഉപകരണങ്ങൾ മാത്രമാണ്. ഹല്ലേലൂയ. ഒരു വചനം നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ആ വചനത്തിൽ നിന്നുകൊണ്ട് വേണം ആരാധിച്ച് പ്രാർത്ഥിക്കാൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായം 3-ാമത്തെ വാക്യം. യെശയ്യാ 61:3. സിയോനിൽ വിലപിക്കുന്നവൻ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിനു പകരം പുഷ്പമാല്യവും വിലാപത്തിനു പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ ആ അയക്കലിന് ഒരു നിയോഗം ഉണ്ടായിരുന്നു. ആ ഒരു പ്രവാചകനെ എന്തിനയച്ചെന്ന നിയോഗം എഴുതിയിരിക്കുക. അപ്പോൾ ഈ 9 ദിവസം നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നതിനും ആരാധിക്കുന്നതിനും ഒരു നിയോഗമുണ്ട്. എന്തിനെന്നറിയാമോ? അത് വെണ്ണീറിന് പകരം പുഷ്പമാല്യം. വെണ്ണീർ എന്ന് പറഞ്ഞാൽ അതിന് പകരം പുഷ്പമാല്യം, അത് അനുഗ്രഹമാണ്. ഇപ്പോൾ അവിടെ എന്താ ഉള്ളത്? വെണ്ണീറാണ്. ഇപ്പോൾ അവിടെ എന്താ ഉള്ളത്? വിലാപമാണ്. ഇപ്പോൾ അവിടെ എന്താ ഉള്ളത്? അവിടെ സങ്കടമാണ്. അതിന് പകരം അതേ സ്ഥാനത്ത് വേറെ എന്തൊക്കെ വരും? വെണ്ണീറായ സ്ഥാനത്ത് അവിടെ പുഷ്പമാല്യം വരും. വിലാപമുള്ള സങ്കടമുള്ള സ്ഥലത്ത് ആനന്ദത്തിൻ്റെ തൈലം വരും. അതായത് ഇന്നവിടെ സങ്കടമാണ്, ഇന്നവിടെ വേദനയാണ്, ഇന്ന് പ്രശ്നമുണ്ട്, പ്രതിസന്ധിയുണ്ട്, പരാജയമുണ്ട്. പക്ഷെ അതേ സ്ഥാനത്ത് ആനന്ദവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കി. തളർന്നിരിക്കുമായിരുന്നു മനസ്സുകൊണ്ട്, ഒന്നിനും ഒരു സന്തോഷമില്ല, സമാധാനമില്ല, തളർന്നിരിക്കുന്ന മനസ്സ്, തളർന്നിരിക്കുന്ന വീട്, തളർന്ന അന്തരീക്ഷം. പക്ഷെ അതേ സ്ഥാനത്ത് സ്തുതിയുടെ മേലങ്കി എന്ന് പറഞ്ഞാൽ ദൈവം അവിടെ ഇടപെട്ടതിൻ്റെ സന്തോഷത്തിൻ്റെ ആ ഒരു അനുഗ്രഹം, അത് സ്തുതിക്കും. അത് തരാനാണ് ദൈവം എന്നെ നിയോഗിച്ചത്. ഞാൻ പറയട്ടെ, ഈ ശുശ്രൂഷ, ഈ ഒരു 10, 15, 20 മിനിറ്റ് താഴെയുള്ള ശുശ്രൂഷ ഒരു നിയോഗത്തോടെയാണ് ദൈവം നിങ്ങളുടെ കരങ്ങളിൽ എത്തിച്ചിരിക്കുന്നത്. നിലവിലെ നിങ്ങളുടെ അവസ്ഥ മാറ്റം വരുമെന്ന് പറയാനാ. നിലവിലെ ഇന്നത്തെ സാഹചര്യം മാറും. ഇന്ന് അതേ സ്ഥാനത്ത് വെണ്ണീറും, ഇന്ന് ആ സ്ഥാനത്ത് സങ്കടവും വിലാപവും ഒക്കെയാണ്. ആ സ്ഥാനത്ത് ദൈവം മറ്റു ചിലതിനെ ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ പുഷ്പമാല്യമായി, അത് ആനന്ദത്തിൻ്റെ തൈലമായി, അത് സ്തുതിയുടെ മേലങ്കിയായി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. അതിനു വേണ്ടിയ ഒരു നിയോഗത്തോടെ ശുശ്രൂഷ വരുന്നത്. ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ. ഇന്ന് 8ാമത്തെ ദിവസമാണ്. കർത്താവേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ പല കാര്യങ്ങളും ഞങ്ങളെ വേദനിപ്പിക്കുന്നു, അസ്വസ്ഥപ്പെടുത്തുന്നു, ഭയപ്പെടുത്തുന്നു. ഞങ്ങളിൽ ആശങ്കകളുണ്ട്, അസ്വസ്ഥതകളുണ്ട്. കുടുംബമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, രോഗിയായ ഇന്നയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ചില രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിച്ച് പരിശ്രമിച്ച് അതിൻ്റെ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ചില ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ, വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ല, വിവാഹം കഴിഞ്ഞു, കുഞ്ഞുങ്ങളില്ല, കടബാധ്യതയാണ്, ജപ്തിയുടെ ആ ഒരു പ്രതിസന്ധിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. നല്ലൊരു വീടില്ല, കുഞ്ഞിൻ്റെ കല്യാണം എങ്ങനെ നടത്തും, ആ ഫീസ് എങ്ങനെ അടയ്ക്കും, ആ ബാങ്കിലെ ലോൺ എങ്ങനെ അടച്ചു തീർക്കും. അങ്ങനെ ചിന്തിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ വെണ്ണീർ പോലെയാ, വിലാപമാണ്, സങ്കടമാണ്. ആ സ്ഥാനത്ത് അനുഗ്രഹമുള്ള പുഷ്പമാല്യവും അനുഗ്രഹമുള്ള ആനന്ദവും അനുഗ്രഹമുള്ള സ്തുതിയുടെ മേലങ്കിയും ദൈവം ധരിപ്പിക്കുന്ന ശുശ്രൂഷയാണിത്.
ഒന്ന് പ്രാർത്ഥിച്ച് നമ്മൾ തുടർന്ന് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് ആരാധിച്ച് നൊവേന വിശുദ്ധ യൂദാശ്ലീഹയുടെ അത്ഭുത മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് ആരാധിച്ച് നമുക്ക് മാധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളുടെ മേലുണ്ടാകണം, അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് ലഭിക്കണമേ, അങ്ങയുടെ അത്ഭുതകരം പ്രവർത്തിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ സമർപ്പിച്ച് നന്ദിയോടെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നൊവേനയുടെ 8ാമത്തെ ദിവസമാണിന്ന്. ഈ 7 ദിവസവും പങ്കെടുത്ത് എല്ലാവരെയും ഓർക്കുന്നു. ഇത് അറിഞ്ഞു കേട്ട് ഇട ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമ്മളെല്ലാ വ്യാഴാഴ്ചയും നൊവേന ചൊല്ലി പ്രാർത്ഥിക്കും. 9 ദിവസം നമ്മളൊരു വലിയൊരു നിയോഗത്തെ പ്രാർത്ഥിച്ചതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്ന് നമ്മുടെ 8ാമത്തെ ദിവസം നമ്മുടെ ആ 3 നിയോഗങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ഇന്ന് കേട്ട ആ വചനം മനസ്സിലേക്ക് ഓർക്കണം. ആ വചനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ യൂദാശ്ലീഹയുടെ അത്ഭുത മാധ്യസ്ഥം നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബത്തിന് എന്നറിയാമോ, അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുവാനുള്ള ഒരു മാധ്യസ്ഥ ശക്തി വിശുദ്ധ യൂദാശ്ലീഹയുടെ മാധ്യസ്ഥത്തിലുണ്ട്. അത് നമ്മൾ കൂടുതൽ അനുഭവിച്ച ഓരോ ദിവസങ്ങളാണ്. ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് നൊവേനയുടെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങാം. യേശുവിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിതം, നമ്മുടെ പ്രാർത്ഥന അനുഗ്രഹമാകട്ടെ. എൻ്റെ കൂടെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ, ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും, പ്രത്യേകിച്ച് നമ്മളുടെ ആ 1ാമത്തെ ആവശ്യത്തെ മനസ്സിലോർത്ത് വിശുദ്ധ യൂദാശ്ലീഹയുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഈശോയ്ക്ക് സമർപ്പിച്ചൊരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ, ആമേൻ. കരങ്ങളെ അല്പം ഉയർത്തി നിയോഗ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം. നസ്രായനായ യേശുവേ, വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 2ാമത്തെ നൊവേനയുടെ പ്രാർത്ഥന ചൊല്ലുകയാണ്.
ആ നിയോഗത്തെ മനസ്സിലോർത്ത് ചേർന്ന് പ്രാർത്ഥിക്കാം. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ, ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ നിയോഗത്തെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാം. രണ്ടാമത്തെ ആവശ്യത്തെ സമർപ്പിക്കാം. കർത്താവ്, ഞാനൊരു നിയോഗം വയ്ക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും കുടുംബത്തിനും വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ ഒരു അനുഗ്രഹത്തെ പകരണമേ. ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ഒരു നിയോഗ പ്രാർത്ഥന അനുഗ്രഹമാക്കണമേ. ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ, ആമേൻ. കരങ്ങളെ ഉയർത്തി സാധ്യമെങ്കിൽ എൻ്റെ കൂടെ പ്രാർത്ഥിച്ച്, നസ്രായനായ എൻ്റെ യേശുവേ, വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ആമേൻ, ആമേൻ. ഒന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മൂന്നാമത്തെ നിയോഗത്തെ മനസ്സിലോർക്കാം, പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ, ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഇപ്പോൾ അങ്ങ് ഉപയോഗിക്കണമേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആ നിയോഗത്തെ മനസ്സിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ, സൗഖ്യം നൽകണമേ, അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങൾ നൽകണമേ. ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. കരങ്ങളെ ഉയർത്തി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നസ്രായനായ എൻ്റെ യേശുവേ, വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ആമേൻ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഒരു ദിവസം, 8ാമത്തെ ദിവസം പങ്കെടുത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ സമാപന ദിവസമാണ്. നമുക്കെല്ലാവർക്കും സാധ്യമായ എല്ലാവർക്കും ഒരുമിച്ച് കൂടാം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം. എല്ലാ ഭാഗത്തുള്ള ആളുകളോട് പരസ്പരം പറഞ്ഞ് ഈ നൊവേനയുടെ സമാപന ദിവസം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് തയ്യാറാകാം. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. നല്ലൊരു ദിവസം, നല്ലൊരു രാത്രി നിങ്ങൾക്ക് ആശംസിക്കുന്നു. ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈശോയുടെ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം.
നാളെയും ഇന്ത്യൻ സമയം 7 മണിക്ക് നമുക്ക് ഒരുമിച്ച് കാണാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, കർത്താവേ സ്തുതിക്കുന്നു, ദൈവമേ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂജ്യനാം പുണ്യതാതാ യേശുവിൻ സ്നേഹദൂതാ യൂദാത്താദേവൂസേ നിൻ പാദപീഠത്തിൽ കൈകൂപ്പി നിന്നിടുന്നു. പൂജ്യനാം പുണ്യതാതാ ഒറ്റിക്കൊടുത്തവന്റെ പേരിനായി പലരും മറന്നു നിന്നെയെങ്കിലും ഒറ്റിക്കൊടുത്തവന്റെ പേരിനായി പലരും മറന്നു നിന്നെയെങ്കിലും മഹിമ പ്രതാപമോടെ വാണിലും ഭൂവിലും ദീപ്തിയാർന്ന ദീപമേ.